എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി നാം വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവനോട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി അവന് ശുദ്ധി വന്നു. നാം വലിയ നോമ്പിൻ്റെ നാളുകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് ക്രിസ്തുവിനെ ആഴമായി ദർശിക്കുന്ന അവസരമാണ്. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആത്മപരിശോധനയ്ക്കുമുള്ള അവസരമാണ്. കുറവുകൾ ഏറ്റുപറയുവാനും പുതു സമർപ്പണത്തിലേക്ക് നയിക്കുവാനും നമുക്ക് ഇടയായിത്തീരട്ടെ. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് യേശു കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. പഴയ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ കുഷ്ഠരോഗം ഒരു മാറാ രോഗമായി കണക്കാക്കിയിരുന്നു. കുഷ്ഠരോഗികളുടെ സ്ഥാനം പാളയത്തിന് പുറത്തായിരുന്നു. ആഹാരവും ആതുര ശുശ്രൂഷയും ഒന്നും ലഭിക്കാതെ അവർ മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നാം വായിച്ച വേദഭാഗത്തെ ആസ്പദമാക്കി 2 കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, അന്യവൽക്കരിക്കപ്പെട്ടവൻ്റെ വിലാപം. 2, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത കർത്താവ്. അന്യവൽക്കരിക്കപ്പെട്ടവൻ്റെ വിലാപം. കുഷ്ഠരോഗി അവൻ്റെ സങ്കടങ്ങൾ പകരുന്നതാണ് 40-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. ആ കുഷ്ഠരോഗി അവന് ബാധിച്ചിരുന്ന രോഗത്തെക്കുറിച്ച്, അതിൻ്റെ കാഠിന്യമായ അവസ്ഥയെക്കുറിച്ചും തികച്ചും ബോധവാനായിരുന്നു. ആസന്നമായ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവൻ ദിനരാത്രങ്ങൾ എണ്ണി കഴിയുകയായിരുന്നു. അവൻ്റെ സങ്കടങ്ങൾ പറയുവാനോ പങ്കുവയ്ക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല. അവനെ സ്നേഹത്തിൻ്റെ, സ്വാന്തനത്തിൻ്റെ വാക്കുകൾ നൽകുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരും സ്പർശിക്കാത്ത, ആരും സ്നേഹിക്കാത്ത, ആരും ശ്രദ്ധിക്കാത്ത അവനെ കേൾക്കുവാൻ അവനൊരാളെ ലഭിക്കുകയാണ്. അവൻ്റെ വേദനകൾ, സങ്കടങ്ങൾ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾ, വേദനകൾ ഉണ്ടായേക്കാം. അതൊക്കെ ദൈവസന്നിധിയിൽ പകരുവാൻ ഈ നോമ്പുകാലം നമുക്കിടയായിത്തീരട്ടെ. 2ാമതായി, അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്ത കർത്താവ്. അവൻ്റെ കരുണാർദ്രമായ അഭയാതനയ്ക്ക് മുമ്പിൽ ഒട്ടും മാന്തിക്കാതെ പ്രവർത്തിക്കുന്ന, പ്രതികരിക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണാം. കൈനീട്ടി അവനെ തൊടുന്നു. മനസ്സുണ്ട്, ശുദ്ധമാകാം എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. ക്വിക്ക് റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻ. അപേക്ഷയുടെയും യാചനയുടെയും മുൻപിൽ തക്കതായ പ്രവർത്തനം, തക്കതായ പ്രതികരണം നൽകുന്ന യേശു. മറ്റുള്ളവർ അറപ്പോടെ മാറി നിന്നപ്പോൾ അവനെ സ്പർശിക്കുന്നു. കരുണയോടെ, കരുതലോടെ സംസാരിക്കുന്നു. ന്യായപ്രമാണപ്രകാരം ഒരു കുഷ്ഠരോഗിയെ സ്പർശിക്കുവാൻ പാടില്ല. നിയമത്തേക്കാൾ സ്നേഹത്തിന് മുൻഗണന നൽകുന്ന യേശുക്രിസ്തു. ക്രമങ്ങളെക്കാൾ ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ക്രിസ്തു. നമ്മുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഡയസസിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. മീവ എന്നാണ് അതിൻ്റെ പേര്. മിനിസ്ട്രി ഫോർ ദ വിഡോവേഴ്സ് ആൻഡ് ദി ഏജ്ഡ്. വാർദ്ധക്യത്തിൽ, ഏകാന്തതയിൽ, വൈധവ്യത്തിൽ കഴിയുന്ന ആളുകൾക്കുള്ള ഒരു ശുശ്രൂഷയാണ്. ഓരോ ഇടവകളിലും മിവ വോളണ്ടിയേഴ്സിനെ നിയോഗിച്ച് മേൽപ്പറഞ്ഞവരെ സന്ദർശിക്കുക, സാന്ത്വനം നൽകുക എന്നതാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടവകയിലും ചുറ്റുപാടുമുള്ള
അന്യവയോധികർക്ക് ഇതേറെ ആശ്വാസം പകരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓർപ്പിച്ചതുപോലെ നോമ്പുകാലം നമ്മുടെ സങ്കടങ്ങൾ, വേദനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാനുള്ള അവസരമാണ്. കൂടാതെ ക്രിസ്തു നൽകിയതുപോലെ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ശുശ്രൂഷ ചുറ്റുപാടുകൾക്ക് നൽകാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.